Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much. ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. ഒരുപാട് ആശങ്കകൾക്കും ചർച്ചകൾക്കും പ്രവചനങ്ങൾക്കും ഒടുവിൽ കേരളത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി V.D. സതീശൻ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. V.D. സതീശനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നേതാവിന്റെ വിജയം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ശൈലിയുടെ വിജയമാണ്, കൃത്യമായ തന്ത്രങ്ങളുടെ വിജയമാണ്, ഒരു രാഷ്ട്രീയക്കാരന്റെ ആത്മവിശ്വാസത്തിന്റെ വിജയമാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ. ഇന്നത്തെ അവസ്ഥയിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പേര് ഒരു വ്യക്തിയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. ഇതിനോടകം തന്നെ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന പേര് ഇതിനോടകം തന്നെ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേവലം 41 MLA-മാരുമായി UDF കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ ബെഞ്ചിലിരുന്ന സമയത്ത് പല ബുദ്ധിജീവികളും ബുദ്ധിയില്ലാത്ത ജീവികളും എല്ലാവരും പറഞ്ഞു കോൺഗ്രസ് അവസാനിച്ചു, ലീഗ് മുന്നണി വിടും. കോൺഗ്രസിന്റെ നേതാക്കളിൽ നിന്ന് വലിയൊരു വിഭാഗം BJP-യിലേക്ക് കുത്തൊഴുക്ക് പോലെ മാറിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെ പുറമെ മാധ്യമങ്ങളിൽ ഉണ്ടായ കുത്തിത്തിരിപ്പുകളും രാഷ്ട്രീയ അഭ്യൂഹങ്ങളും അകത്തളങ്ങളും കൂടി ചേർന്നപ്പോൾ UDF അണികൾക്ക് UDF-ന്റെ ഭാവിയെ കുറിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അന്നത്തെ ആ കടുത്ത പ്രതിസന്ധി സമയത്താണ് ഒരാൾ തളർന്നു കിടന്ന UDF-നെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് ഒരാൾ മുന്നോട്ട് വന്നത്. അതാണ് വടശ്ശേരി ദാമോദരൻ സതീശൻ. അദ്ദേഹം UDF മുന്നണിയെ സധൈര്യപൂർവ്വം മുന്നോട്ട് നയിച്ചു. ഭയമില്ലാതെ, സംശയമില്ലാതെ, വ്യക്തമായ ആത്മവിശ്വാസത്തോടെ. അന്ന് അവിടെ നിന്നാണ് പുതിയൊരു രാഷ്ട്രീയ ഗെയിം തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടത് ഒരു സാധാരണ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം മാത്രമല്ല, അത് കൃത്യമായ ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് മോഡലായിരുന്നു. മുന്നിൽ വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിനോടും 100% ആത്മവിശ്വാസത്തോടെ UDF മുന്നണിയെ തയ്യാറാക്കുക, നരേറ്റീവുകൾ സ്വന്തമായി കയ്യിലെടുക്കുക, സോഷ്യൽ മീഡിയയുടെ നിലവിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഭാഷയെ കൃത്യമായി മനസ്സിലാക്കുക, ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ആ വികാരങ്ങളെ വായിക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് V.D. സതീശന്റെ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനവും. സമരങ്ങളിലൂടെ ജനകീയ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിയ അദ്ദേഹം 10ഓളം വലിയ സമരങ്ങളിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ ശബ്ദം ഇതിനോടകം തന്നെ ജനങ്ങളുടെ ശബ്ദമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ രാഷ്ട്രീയ നിരീക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ അജണ്ട സെറ്റിംഗ്സ് പൊളിറ്റിക്സ് ആണ്. അജണ്ട സെറ്റ് ചെയ്യുക, ആ അജണ്ടക്ക് പിന്നിൽ മറ്റുള്ളവരെ ഓടിക്കുക. അതാണ് സത്യം പറഞ്ഞാൽ അതാണ് യഥാർത്ഥ V.D. സ്റ്റൈൽ. ഡീൽ എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ച് ദിവസങ്ങളോളം CPM ഭരിക്കുന്ന സർക്കാരിനെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കിയ സംഭവം കേരള രാഷ്ട്രീയം ഇന്നും മറന്നു കാണാനിടയില്ല. ആരോപണം ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാൾ ആ ചർച്ച കേരള രാഷ്ട്രീയത്തിന്റെ പ്രധാന വിഷയമാക്കി മാറ്റിയത് ആരുടെ ബുദ്ധിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇലക്ഷന്റെ ദിവസം പോലും അത്തരം നെഗറ്റീവുകൾ സമൂഹം ചർച്ച ചെയ്യുന്നു എന്നിടത്താണ് V.D. സതീശന്റെ വിജയം. അതേസമയം കൃത്യമായി സോഷ്യൽ മീഡിയയിലും അദ്ദേഹം ഇടപെടുന്നുണ്ടായിരുന്നു. യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിനുകൾ വലിയ രീതിയിലാണ് അവരിൽ സ്വാധീനം ചെലുത്തിയത്. വെഹിക്കിൾ മോഡിഫിക്കേഷൻ പോലെയുള്ള സൃഷ്ടിപരമായ രാഷ്ട്രീയ പ്രചരണങ്ങൾ ഗെയിമുകളായും റീലുകളായും കണ്ടന്റുകളായും മാറി. പൊതുവെ രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ലാത്ത ജെൻസി തലമുറകളെ പോലും രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതാണ് V.D. സതീശന്റെ രാഷ്ട്രീയ ശൈലിയുടെ പ്രത്യേകത. പഴയ രാഷ്ട്രീയവും പുതിയ മീഡിയയും ജനകീയ സമരങ്ങളും ഡിജിറ്റൽ ക്യാമ്പയിനുകളും എല്ലാം കൂടി ഒരുമിച്ച് ഒരു പുതിയ ഫോർമുല. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. V.D. സതീശൻ കേരളത്തിന്റെ ഏറ്റവും പുതിയ മുഖ്യമന്ത്രി. ഇനി കേരള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും മാറുക എന്നുള്ളത് വലിയൊരു ചർച്ച ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. UDF-ന്റെ ഭരണത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക എന്നുള്ളതും ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന വികസനവും രാഷ്ട്രീയവും V.D. സതീശന് നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യവും ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ 100% ആത്മവിശ്വാസത്തിലാണ്. ഇത്രയേറെ അവരെ ആകർഷിച്ച ഒരു രാഷ്ട്രീയ നേതാവ് അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഇതിനോടകം തന്നെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. V.D. സതീശൻ എന്നത് കേവലം ഒരു നേതാവ് മാത്രമല്ല, ഒരു ബ്രാൻഡാണ്, ഒരു പൊളിറ്റിക്കൽ സ്കൂളാണ്, ഒരു സ്ട്രാറ്റജിയാണ്. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന V.D. സതീശൻ സാറിന് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് എല്ലാവിധ ആശംസകളും.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ പറയുന്നു.